അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും വന്നു കേട്ടോ. കാരണം ഇത്രയും നാൾ എന്ന് പറയുമ്പോൾ നമ്മുടെ പഴയ ചാനൽ ഡിലീറ്റ് ആയതിനു ശേഷം നമുക്ക് യൂട്യൂബിൽ വീഡിയോസ് ഇടാനും ഒന്നിനും പറ്റാത്തൊരവസ്ഥയായിരുന്നു. പറ്റാന്ന് മീൻസ് എനിക്ക് ഇടാൻ തോന്നുന്നില്ല. ശരിക്കും പറഞ്ഞാൽ നേരത്തെ ചാനലിൽ അത്യാവശ്യം യൂട്യൂബിൻ്റെ സപ്പോർട്ട് കൂടെ കിട്ടുന്നുണ്ടായിരുന്നു. ആ സമയത്ത് കുറച്ചൊന്ന് കയറി വരുന്ന സമയമായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്കും ഉണ്ട്, അത് ഡിലീറ്റായി പോയി. അതിന് ശേഷം പിന്നെ ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് പിന്നെ നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ നമ്മൾ ആ വ്യൂസൊന്നും നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടില്ലല്ലോ. നമ്മൾ ഒരുപാട് പ്രയത്നിച്ച് കഴിഞ്ഞാൽ കുറച്ചൊന്ന് വ്യൂവേഴ്സും അതുപോലെ സബ്സ്ക്രൈബേഴ്സും വരുള്ളൂ. അപ്പോൾ അതൊന്നും ഇപ്പം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആ ഒരു ഈ ചാനൽ പോയതിൻ്റെ ഒരു വിഷമവും അതുപോലെ തന്നെ വീഡിയോസ് ഇടുമ്പോൾ വ്യൂസും ആ കാര്യങ്ങളും ഇല്ലാത്തതിൻ്റെ അത് വേറൊരു വിഷമം. അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോൾ ശരിക്കും വീഡിയോ ഞാൻ സ്റ്റോപ്പ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഇന്നൊക്കെയാണ് ഞാൻ വീഡിയോ ഇടുന്നത്. പിന്നെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളും ഫാമിലി ഇഷ്യൂസൊക്കെ ഉണ്ടായപ്പോൾ അങ്ങനെ വീഡിയോസ് ഡിലേ ആയി എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ ഇടണമെന്ന് വിചാരിച്ചതായിരുന്നു, നടന്നില്ല. ഇപ്പം ഞങ്ങൾ പഴയ വീട്ടിൽ നിന്ന്, ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പം ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ദിവസം ഉണ്ട് മാറണമെന്ന് വിചാരിക്കുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോഴാണ് അതിൻ്റേതായിട്ടുള്ള സമയം കാര്യങ്ങളും കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ മാറി. ഇപ്പോൾ കുറച്ച് ദിവസം ആയിട്ടുള്ളൂ ഇവിടെ വന്നിട്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമ്മൾ ശരിക്കും ആ ഒരു വീട്ടിൽ നിന്ന് നമ്മളുടേതായ ഒരു ലോകത്തിലേക്ക് വരുമ്പോൾ ഉണ്ടല്ലോ, ആ ഒരു ഫീലിങ്സ് അത് വേറെ തന്നെയാണ്. അതായത് ഇപ്പോൾ ഞാനും ഹസ്ബൻഡും എൻ്റെ മോളും മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അപ്പം ഞങ്ങളുടേതായ ലോകത്ത് ജീവിക്കാൻ ഇത്രയും വർഷം നമ്മൾ ആരെയൊക്കെയോ ഡിപ്പെൻഡ് ചെയ്ത് ആർക്കൊക്കെയോ വേണ്ടി ഇരുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശരിക്കും ഇവിടെ വന്നപ്പോൾ വല്ലാത്തൊരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പീസ്ഫുള്ളായിട്ടുള്ള ഓരോ ദിവസവും കടന്നു പോണത് ഭയങ്കര ഒരു സമാധാനവും ഭയങ്കര ഒരു ഹാപ്പിനെസ്സും, ഞങ്ങളുടേതായ ലോകത്ത് ഞങ്ങൾ ജീവിക്കാൻ തുടങ്ങിയതിൻ്റെ ഒരു സന്തോഷം, അത് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. എല്ലായിടത്തും നമ്മൾ കാണുന്ന ഇതാണല്ലോ. അപ്പോൾ നമ്മളെപ്പോലുള്ളവരൊക്കെ എന്താ പറയുക, ഇതുപോലെ ഫാമിലി ആയിട്ട് നമ്മുടേതായിട്ടുള്ള ലോകത്ത് ജീവിക്കണം. അപ്പോഴേ എന്താ പറയുക, ലൈഫ് എന്താണെന്ന് നമുക്ക് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങളിത് ലൈഫ് എൻജോയ് ചെയ്യാൻ തുടങ്ങി. ലച്ചുവിന് സ്കൂളുണ്ട് കേട്ടോ. ഇന്ന് സാറ്റർഡേ ആണ് ശരിക്കും പറഞ്ഞാൽ. അവൾക്ക് സാറ്റർഡേ സ്കൂളുണ്ട്, സെക്കൻഡ് സാറ്റർഡേ മാത്രമാണ് ലീവ് ഉള്ളത്. അപ്പോൾ ലച്ചുവിനെ സ്കൂളിലേക്ക് അയച്ചു കഴിഞ്ഞാൽ ആൾ ഡ്യൂട്ടിക്ക് പോവും. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ തനിച്ച് ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്തിട്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ മൈൻഡ് ഒന്ന് ഫ്രീ ആക്കി വയ്ക്കും. അത് കഴിയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ചെറിയ ആക്ടിവിറ്റീസ് ചെയ്തിട്ട് അങ്ങനെ മുമ്പോട്ട് പോകും. നമുക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഭയങ്കര ഒരു സമാധാനമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ രാവിലെ എണീച്ച് ലച്ചുവിന് ഫുഡ് ഉണ്ടാക്കി അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് അവളെ സ്കൂളിലേക്ക് അയച്ച ശേഷമാണ് ഞാനതിപ്പോൾ ക്ലീനിങ്ങിനായിട്ട് നിൽക്കുന്നത് കേട്ടോ. അത് കുറച്ച് നേരത്തെ ഒരു ക്ലീനിങ്. അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേറെ കുറേ പണിയുണ്ട്. ഞങ്ങൾ വന്നിട്ട് കുറച്ച് തന്നെ ആയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് സെറ്റാക്കാനുള്ള ഇതുണ്ട്. അപ്പോൾ അത് ചെയ്യണം. അങ്ങനെ പതുക്കെ ഞങ്ങളുടേതായിട്ടുള്ള ഒരു ലൈഫിലേക്ക് വരികയാണ്. അതിൻ്റെ ഭയങ്കര സന്തോഷവും ഹാപ്പിനെസ്സും ഒക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര സന്തോഷമാണ്. എന്ന് വെച്ച് നമ്മൾ വീട് മുഴുവനായിട്ട് അങ്ങ് വിട്ടിട്ട് വന്നു എന്നല്ല പറയണത്. ഞാൻ ഇടയിൽ സമയം കിട്ടുന്ന സമയത്ത് ഞാൻ അങ്ങോട്ട് പോവാറുണ്ട്. പോയി അവിടുത്തെ കാര്യങ്ങളും ചെയ്യാറുണ്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് നിൽക്കുക, അത്രേ ഉള്ളൂ.